ഇത് തെള്ളിച്ചെമ്മീനാണ് കിട്ടിയേക്കണത്. തെള്ളിച്ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ്. ചെറിയ ചെമ്മീനാണുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ് ഒലത്താനും വറക്കാനും പച്ചക്കറികളിലൊക്കെ ചേർത്ത് കറി വെക്കണതൊക്കെ ഈ തെള്ളിച്ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ തന്നെ ശരിക്കും കഴുകണം. പിന്നെ നുള്ളിക്കഴിഞ്ഞാൽ പിന്നെ കഴുകരുത്. ഒരു 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് നല്ല ക്ലീനാവും. അതിന് ശേഷം ഇല്ല സമയം കുറേ വേണോട്ട് ഇത് കിള്ളാനാകാരം ഞാൻ കുറച്ച് വാങ്ങിച്ചുള്ളത്. ഇത് നല്ല പാകത്തിന് കിള്ളാൻ പാകത്തിനായിട്ടുണ്ട്. പച്ചക്കായ ഉണ്ട്, നല്ല പച്ചക്കായ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും തൊണ്ടൊന്നും കളയില്ല. ഞാൻ ഇതിൻ്റെ പരിപ്പ് മാത്രമേ കളയുള്ളൂ. അതിനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പിച്ചാത്തിമലും കയ്യുമലൊക്കെ പുരട്ടി ഇതിനെ രണ്ടായിട്ട് അങ്ങോട്ട് പൊളിച്ചിട്ട് കഞ്ഞി വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം. കഞ്ഞിവെള്ളത്തിൽ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കറ കംപ്ലീറ്റ് ഇളയാറുണ്ടാവും. കഞ്ഞിവെള്ളത്തിലാണ് പച്ചക്കായ അരിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. പണ്ട് തുടങ്ങി ഇങ്ങനെയാണ്. ഞാനപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പച്ചവെള്ളത്തിലിടുന്നേക്കാളും കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറ പെട്ടെന്ന് ഇളകണത് കാണാം കേട്ടോ. ചരിച്ചരിയും. അല്ല കറ ഇളകിയേക്കണണ്ട. സാധാരണ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചുമന്നുള്ളി കൂടുതൽ ചേർക്കണം. എല്ലാം കൂടി വാടി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുതിർത്ത് വെച്ചിട്ട് അതൊരരപ്പാക്കി അതിലേക്കിട്ട് ശരിക്കും വാടി അതിനകത്ത് വെളിച്ചെണ്ണ തെളിയുമ്പോൾ ഉപ്പ് പുളി ഒക്കെ ഇട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് വരിച്ചെടുക്കുക. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കായയിലൊക്കെ ഇതിൻ്റെ ചെമ്മീത്തിൻ്റെ ടേസ്റ്റ് പിടിച്ച് കഴിയുമ്പോൾ വളരെ നല്ലൊരു കറിയായി കിട്ടും. അതായത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇറക്കി വെക്കാം.